ഗർഭത്തിൻ്റെ ആരംഭ നാളുകളിൽ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടെന്ന് സമ്മതിച്ച് അമേരിക്കയിലെ വൻകിട ഗർഭചിത്ര ദാതാക്കളായ പ്ലാൻഡ് പേരന്റ്ഹുഡിൻ്റെ കുറ്റസമ്മതം. സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ നൽകിയ കുറിപ്പിലാണ് ഇതിനോടകം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഗർഭാവസ്ഥയിൽ തന്നെ കുരുതി കഴിച്ച കമ്പനി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ വികസിച്ചതിനു ശേഷം മാത്രമേ ഹൃദയമിടിപ്പുണ്ടാകുന്നുള്ളൂ എന്ന തെറ്റായ ആശയം മുറുകെ പിടിച്ചാണ് ദശാബ്ദങ്ങളായി കമ്പനി ഗർഭചിത്രത്തിന് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ICOG എന്ന സംഘടനയുടെ പഠനങ്ങളെയാണ് പ്ലാൻഡ് പേരന്റ്ഹുഡ് നേരത്തെ ആശ്രയിച്ചിരുന്നത്. 17 മുതൽ 20 ആഴ്ചകൾക്ക് ശേഷമേ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് ആരംഭിക്കുകയെന്നാണ് ICOയുടെ വാദം. എന്നാൽ അടുത്തിടെ സൗത്ത് കരോലീന കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ വാദം തെറ്റാണെന്നാണ് വിദഗ്ധരുമായി കൂടിയാലോചിച്ചതിന് ശേഷം പ്ലാൻഡ് പേരന്റ്ഹുഡ് സമ്മതിച്ചിരിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ACOG പ്രതികരിച്ചിട്ടില്ല. മെഡിക്കൽ വിദഗ്ധരുടെ നിഷ്പക്ഷ സംഘടനയെന്നാണ് ACOG അവകാശപ്പെടുന്നതെങ്കിലും ഇവർ കടുത്ത ഗർഭഛിദ്രവാദികളാണ്. ഏത് കാരണത്താലും ആവശ്യാനുസരണം ഗർഭഛിദ്രം നടത്തുന്നതിൽ തെറ്റില്ല എന്ന് അടുത്തിടെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ACOG ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അമേരിക്കയിൽ അബോർഷൻ നിയമവിധേയമാക്കിയ 1973 സുപ്രീം കോടതി വിധിക്ക് ശേഷം പ്രതിവർഷം 12 ലക്ഷത്തിലധികം ഗർഭചിത്രങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. 2022 സുപ്രീം കോടതി ഉത്തരവ് മരവിപ്പിച്ചതിന് ശേഷവും അബോർഷൻ നിർബാധം തുടരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വളരെ വൈകിയുള്ള ഗർഭചിത്രങ്ങൾ അമേരിക്കയിൽ സർവ്വസാധാരണമാണ്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇപ്രകാരം കൊല്ലുന്നതെന്ന തിരിച്ചറിവ് അമ്മമാർക്കുണ്ടാകാൻ പ്ലാൻഡ് പേരന്റ്ഹുഡ് പോലുള്ള ഗർഭചിത്ര ദാതാക്കളുടെ കുറ്റസമ്മതം കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.